BJP അംഗത്വം സ്വീകരിച്ച ഫാദർ ഷൈജു കുര്യനെതിരെ നടപടിയുമായി ഓർത്തഡോക്സ് സഭ. നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ ചുമതലയിൽ നിന്ന് ഫാദർ ഷൈജു കുര്യനെ നീക്കി. വൈദികനെതിരെ അന്വേഷണത്തിന് കമ്മീഷനെ നിയമിക്കണം എന്ന് ഭദ്രാസന കൗൺസിൽ ശുപാർശയുമുണ്ട്. അഭിലാൽ, ഗുഡ് മോർണിംഗ്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേർന്നു എന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. സഭയ്ക്കുള്ളിലെ നിയമങ്ങൾ, അവരുടെ ആഭ്യന്തര നിയമങ്ങൾ അനുസരിച്ച് ഇത് വിലക്കുള്ളതാണോ? അതുകൊണ്ടാണോ ഈ തരത്തിൽ സഭ ഒരു നടപടി എടുത്തിരിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? മോദി, ഗുഡ് മോർണിംഗ്. ഫാദർ ഷൈജു കുര്യനെതിരെ കടുത്ത നടപടിക്ക് ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസനത്തെ നയിച്ചത് അല്ലെങ്കിൽ പ്രേരിപ്പിച്ചത് രണ്ട് പ്രധാനപ്പെട്ട പരാതികളാണ്. അതിലൊന്ന്, ഫാദർ ഷൈജു കുര്യനെതിരെ സ്ത്രീയുടേതെന്ന തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരു ശബ്ദ സന്ദേശം പ്രചരിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി സഭാ നേതൃത്വം പരിഗണിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. രണ്ടാമത്തേത്, നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു പാർട്ടിയുടെ അംഗത്വം സ്വീകരിച്ചു എന്നുള്ളതാണ്. ഈ രണ്ട് വിഷയം കണക്കിലെടുത്തുകൊണ്ടാണ് ഫാദർ ഷൈജു കുര്യനെ നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ എല്ലാ ചുമതലകളിൽ നിന്നും നീക്കിയിട്ടുള്ളത്. ചുരുക്കത്തിൽ ഭദ്രാസന സെക്രട്ടറി എന്നുള്ള സ്ഥാനം, സൺഡേ സ്കൂൾ വൈസ് പ്രസിഡന്റ്, ഒപ്പം തന്നെ മദാപ്പാറ പള്ളിയുടെ വൈദികൻ എന്നിങ്ങനെ പ്രധാനപ്പെട്ട 3 സ്ഥാനങ്ങളിൽ അടക്കം എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ പരിശോധിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കാൻ കൗൺസിൽ സഭാ അധ്യക്ഷരോട് ശുപാർശ ചെയ്യുകയാണ്. 2 മാസത്തിനുള്ളിൽ കമ്മീഷൻ നടപടികൾ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം. അതുവരെയാണ് ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടികൾ ഉള്ള കാലാവധി. ചുരുക്കത്തിൽ വൈദികൻ എന്നുള്ള സ്ഥാനത്തിരുന്നുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് കൗൺസിൽ വിലയിരുത്തുന്നുണ്ട്. കൗൺസിൽ അംഗങ്ങളായ ചിലർ തന്നെയാണ് ഈ വിഷയങ്ങൾ പ്രധാനപ്പെട്ട പരാതിയായി ഇതിന് മുൻപാകെ ഉന്നയിച്ചതും. ശരി അഭിലാൽ.